ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിങ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ലാസ്റ്റ് വീഡിയോ നിങ്ങളുടെ കുറേ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, അതിൽ കുറേ ലൈക്സും കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ വേഗം ഞാൻ ഇപ്രാവശ്യം അപ്ലോഡ് ചെയ്യണത്. ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലിയോ, നമ്മൾക്ക് ഈ വീഡിയോയിൽ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോണത്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇത് റെസൊനേറ്റ് ആയിച്ചാൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് വേണിച്ചാൽ ബുക്ക് ചെയ്യാം. എന്നുവെച്ചാൽ പ്രൈവറ്റ് റീഡിംഗ് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. ആൻഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് എന്താണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, അത് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ലിയോ, നമ്മൾക്ക് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഈ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജി ലിയോ, നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ക്വീൻ ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഈ സമയത്ത് എന്താണ്? ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് ഞാൻ കാണുന്നത്. ആൻഡ് നിങ്ങളുടെ രണ്ടാളുടെയും സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? കറണ്ട് സിറ്റുവേഷനിലാണ് കിങ് ഓഫ് കപ്സ്. അപ്പോൾ ഈ ക്വീൻ ഓഫ് വാൻഡ്സ് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? ടെമ്പറൻസ്, നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ എന്താണ്? ടു ഓഫ് പെൻറ്റിക്കിൾസ്. ആൻഡ് കിങ് ഓഫ് കപ്സ് ഇവിടെ എന്താണ്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഞാൻ കാണുന്നത് ഇവിടെ ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഇതുവരെ നിങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടില്ല, ഈ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ രണ്ടാൾക്കും അങ്ങനെ അത്ര ഐഡിയ ഇല്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് അറിയാം, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇത് എങ്ങനെ ആണ് മുമ്പോട്ട് പോവുക പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാൻ ഒന്നുമില്ല. ഇത് കുറേ ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഈഗർനെസ്സും ഇല്ല. പറഞ്ഞാൽ എല്ലാം ഓർഗാനിക്കലി മുമ്പോട്ട് പോകുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ക്വിക്ക് മൂവിങ് എനർജി ഞാൻ കാണുന്നില്ല. അപ്പോൾ ഈ സമയത്തും കാര്യങ്ങൾ കുറച്ച് സ്റ്റാഗ്നൻ്റ് ആയിരിക്കും നിങ്ങൾ രണ്ടാളുടെയും അടുക്കെ. ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ക്വീൻ ഓഫ് വാൻഡ്സും ടെമ്പറൻസ് ആണ് ഇവിടെ, സാജിറ്റേറിയസ് എനർജിയാണ് കാണുന്നത്. പക്ഷെ ഇത് ഒരു ബാലൻസ്ഡ് എനർജിയാണ്. നിങ്ങൾ കുറേ ഒരു ബാലൻസ്ഡ് എനർജിയിലാണ് ഈ സമയത്ത്. നിങ്ങളും അങ്ങനെ ഈ പേഴ്സൻ്റെ അവരെ കുറേ ഇങ്ങനെ മെസ്സേജ് കോൾ അങ്ങനെ ഒന്നും ചെയ്യണില്ല. നിങ്ങൾ കുറേ ബാലൻസ്ഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യണത്. ആൻഡ് അതുകൊണ്ട് ഈ പേഴ്സൺ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അട്രാക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ഇൻറ്റൻസ് ആണ്. എന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഒരു കുറെ അഡ്മയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ എനർജിയുടെ കാരണം, നിങ്ങളുടെ ആ ഒരു ബാലൻസ്ഡ് അപ്രോച്ചിന്റെ കാരണം. അപ്പോൾ ഇവിടെ അട്രാക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ പേഴ്സൺ കുറെ റൊമാൻറ്റിക് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം, പക്ഷെ അവരും അങ്ങനെ അത്ര ഷുവർ അല്ല ഇതുവരെ. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഫീലിങ്സ് ഇതുവരെ സ്റ്റേബിലൈസ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ സിറ്റുവേഷൻ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? ആൻഡ് കിങ് ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സും കൂടി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് കപ്സ് എല്ലാം ഫയർ സൈൻ, വാട്ടർ സൈൻ ആണ്. 5 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, 9 ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ ലിയോ, നിങ്ങളുടെ ലൈഫിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ പേഴ്സൺ മാത്രമല്ല, ഇത് അല്ലാണ്ടും വേറെ ആൾക്കാർ നിങ്ങളുടെ കാര്യത്തിൽ കുറെ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. ഈ ഓപ്ഷൻസിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡിവൈൻ പാർട്ട്ണറാണ്. എന്നുവെച്ചാൽ ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്, ആൻഡ് നിങ്ങളുടെ എനർജി ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ കിങ് ആൻഡ് ക്വീൻ ഒരു മാച്ച് ആണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെസ് ഈ സമയത്ത് എന്താ വെച്ചാൽ, ഇത്രയും ആൾക്കാരുണ്ടാവുമ്പോൾ ഏത് പേഴ്സൺ ആണ് നിങ്ങൾക്ക് ശരിയായ പേഴ്സൺ, അതാണ് ഇവിടെ കുറെ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യണത്. ഇപ്പോൾ ചില കേസസിൽ ഇതൊരു അറേഞ്ച് മാരേജ് സെറ്റപ്പ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഏത് പേഴ്സന്റെ കൂടെയാണ് നിങ്ങളുടെ കൂടുതൽ ജെല്ലിങ് ഉണ്ടാവുക, കൂടുതൽ കമ്പാറ്റബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ
കുറച്ചൊരു സ്ട്രെസ് ഉണ്ട് ഇവിടെ അതിൻ്റെ കാരണം. പക്ഷേ ഇവിടെ 5 ഓഫ് കപ്സും ഉണ്ട്. എവിടെയോ നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തോ ഒരു കാര്യത്തിൽ, ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തില്ല. ആൻഡ് അതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും അപ്സെറ്റാണ്. നിങ്ങൾ ഇപ്പോഴും ആ പാസ്റ്റിൻ്റെ കാര്യം ഓർത്തിട്ട് കുറേ ഒരു പേടിയുണ്ട്, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ആ സിനാരിയോ റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ കുറേ ഞാൻ പറഞ്ഞ മാതിരി കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഈ സമയത്ത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആക്ച്വലി അറിയില്ല ഏത് പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളുടെ എനർജി നമ്മൾക്ക് നോക്കാം. ഈ ടെമ്പറൻസും ക്വീൻ ഓഫ് വോൺസ് എന്താണ്? ഫൂൾ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഓപ്ഷൻസ് ഓപ്പൺ ആയിട്ടാണ് വെക്കണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഷുവർ അല്ല ആരാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ എന്ന്. ഫൂൾ ഒരു ഫ്രീ ബേർഡിൻ്റെ എനർജിയാണ്, ഒരു അഡ്വെഞ്ചറസ് സ്പിരിറ്റിൻ്റെ എനർജിയാണ്. ഇതുവരെ നിങ്ങൾ തീരുമാനിച്ചില്ല നിങ്ങളുടെ പാർട്ട്ണർ ആരായിരിക്കും എന്ന്. നൈറ്റ് ഓഫ് വോൺസും ഉണ്ട്. നൈറ്റ് ഓഫ് വോൺസ് ഒരു വെരി പാഷനറ്റ് എനർജിയാണ്, അത് നിങ്ങളുടെ എനർജിയാണ്. പക്ഷേ അഗൈൻ ഇവിടെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഞാൻ ഇതുവരെ കാണുന്നില്ല നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഈ പേഴ്സൺ ഇപ്പോൾ ഈ നൈറ്റ് ഓഫ് കപ്സും 2 ഓഫ് പെൻറ്റിക്കിൾസ് ഉള്ള പേഴ്സൺ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ഈ പേഴ്സണെ നിങ്ങൾ മേ ബി വർക്കിൻ്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറേ ബ്ലോക്കേജസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്താലും നിങ്ങൾ കുറച്ചൊരു ബ്ലോക്ക്ഡ് ഓഫ് ആണ്. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഒരു പേഴ്സണിനെ പറഞ്ഞ ഒരു ഫ്രണ്ട്ലി ആയിട്ട് മേ ബി നിങ്ങൾ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ കൂടുതൽ ക്ലോസ് ആവാൻ നോക്കുമ്പോഴേക്കും നിങ്ങൾ കുറച്ചൊരു ബ്ലോക്കാണ് ചെയ്യണ ആൾക്കാരെ. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ ഞാൻ പറഞ്ഞ മാതിരി കുറേ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങളിൽ. പക്ഷെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. പേജ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ പുതിയ ബിഗിനിങ്സും ഉണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നിങ്ങൾ ഈ വരണ ആൾക്കാരെയൊക്കെ റിജക്റ്റ് ആണ് ചെയ്യണത്. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മോർ ഓഫ് ഒരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ് എനിക്ക് കിട്ടണത്. അപ്പോൾ എന്തായിരിക്കും ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ലൈഫിൽ? നിങ്ങളുടെ ഫ്യൂച്ചർ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ആൻഡ് 2 ഓഫ് വോൺസ്. അപ്പോൾ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് നിങ്ങൾ ഈ ക്രോസ് റോഡ്സിലാണ്. എന്താ വേണോ, ഈ പേഴ്സൺ എനിക്ക് വേണ്ടിയിട്ട് ശരിയാണോ അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ ഒരു പ്ലാനിങ്, സ്ട്രാറ്റജൈസിങ് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് ഫ്യൂച്ചറിലും ചോയ്സസ് ഉണ്ടാവും. അപ്പോൾ ആരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സോൾമേറ്റ്? 2 ഓഫ് സോർഡ്സ്, 6 ഓഫ് വോൺസ് ആൻഡ് 7 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ കുറച്ചൊരു വെയിറ്റിംഗ് ഗെയിമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സണും കുറച്ച് സമയം എടുക്കും അവർക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ഞാനൊരു വെയിറ്റിംഗ് പീരിയഡ് കാണുന്നുണ്ട്. ഒരു 7 months 7 weeks ആയിരിക്കാം. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി ചില ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ നിങ്ങൾ ഇവരെ നിങ്ങൾ പറഞ്ഞ അത്ര അപ്രോച്ചബിൾ അല്ല ഈ സമയത്ത്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കണത്. എപ്പോഴാണ് ലിയോ കംഫർട്ടബിൾ ആവുക, എപ്പോഴാണ് ഇത് മുമ്പോട്ട് പോവുക. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് കുറേ ഉണ്ട്. പക്ഷെ ഇതുവരെ ഒരു കൺഫേംഡ് ആയിട്ട് പേഴ്സൺ ഞാൻ ഇവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻറ്റൻഷൻസ്? ലിയോ, നിങ്ങളുടെ ഇൻറ്റൻഷൻസ് എന്താണ്? 6 ഓഫ് കപ്സ്. നിങ്ങളൊരു പാസ്റ്റ് പേഴ്സണെ കുറിച്ചാണ് ആലോചിക്കണം. മേ ബി നിങ്ങളൊരു പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടാവും ഈ സമയത്ത്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് എന്താണ്? നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൺ കുറേ ക്വിക്ക്ലി വരും. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കൂടുതൽ സമയം എടുക്കാത്ത പറഞ്ഞാൽ കുറച്ചൊരു ഇമ്പൾസീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സണും ഒരു എൻഡിങ് കഴിഞ്ഞിട്ടൊരു പുതിയ ബിഗിനിങ് ആണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ മേ ബി ഇതൊരു പാസ്റ്റ് പേഴ്സണും ആയിരിക്കാം. ഡെത്ത് സ്കോർപ്പിയോ എനർജിയാണ്. ഈ പേഴ്സൺ ആരാണ്? 8 ഓഫ് സോർഡ്സ്. ഈ സമയത്ത് ഈ പേഴ്സൺ കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. അതുകൊണ്ടാണ് അവരുടെ സൈഡിൽ നിന്ന് ഇതുവരെ ഒന്നും മെസ്സേജ് വരാത്തത്. നിങ്ങൾ വെയിറ്റ് ചെയ്യണ പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും വിഡ്രോൺ എനർജിയിലാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അത്ര കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആൻഡ് ഈ പേഴ്സണും കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. പക്ഷേ ഇവിടെ ലവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മേ ബി ഒരു പാസ്റ്റ് പേഴ്സണെ നിങ്ങളും ഈ പേഴ്സൺ സെപ്പറേറ്റഡ് ആയിരുന്നു മേ ബി.
ആൻഡ് അതുകൊണ്ടാണ് ഇവിടെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ഓരൽസ് കുറെ വെരി ലിറ്റിൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഞാൻ ഇവിടെ കാണുന്നത്. പക്ഷെ എന്തായാലും ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇത് എന്തായിരിക്കും ഔട്ട്കം, ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം ആണ് കിങ് ഓഫ് പെന്റിക്കിൾസ്. ഒരു ടോറസ് എനർജി ഞാൻ ഇവിടെ കാണുന്നു. 6 ഓഫ് പെന്റിക്കിൾസ്, ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുറെ ഗിഫ്റ്റ്സ് ചിലപ്പോൾ കൊണ്ടുവരും, ഓരൽസ് അവരുടെ ഫീലിങ്സ് ഓപ്പൺലി നിങ്ങളോട് സംസാരിക്കാൻ നോക്കും. ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. കുറെ ക്ലാരിറ്റിയാണ് കൊണ്ടുവരണേ ഈ പേഴ്സൺ. കുറെ ഹീലിംഗ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു സെപ്പറേഷൻ ഉണ്ട്. പക്ഷെ അവർ വരുമ്പോൾ കുറെ ക്ലാരിറ്റി ആണ് കൊണ്ടുവരണേ. അപ്പോൾ ഇവിടെ ഒരു മെന്റൽ കമ്പാറ്റബിലിറ്റി ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ആൻഡ് നിങ്ങൾ രണ്ടാളും കാര്യങ്ങൾ ക്ലിയർ ആയി സംസാരിച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ വേയിലാണ് മുമ്പോട്ട് പോണേ. ഓക്കെ, അപ്പോൾ ഇവിടെ അക്വേറിയസ് സൈൻ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ടോറസ് ഉണ്ട്, പിന്നെ സാജിറ്റേറിയസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സൈൻസ് ഞാൻ കാണുന്നത് ഇവിടെ. പക്ഷെ എന്താണ് നിങ്ങൾക്ക് ഓറക്കിൾ മെസ്സേജ് നമ്മൾക്ക് നോക്കാം. ഈ സിറ്റുവേഷൻ, ഈ റീഡിങ് ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് റീഡിങ് അല്ല, എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് റീഡിങ് ആയിരുന്നു ലിയോ. ഇത് റെസൊനേറ്റ് ആയിട്ടോ പ്ലീസ് മെസ്സേജ് ചെയ്യുക കമന്റ്സിൽ, ഇത് റെസൊനേറ്റ് ആയോ ഇല്ലയെന്ന്. പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ട് ഇവിടെ. അപ്പോൾ മേ ബി ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ വരുമ്പോൾ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് വരിക. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ഉണ്ട് ലിയോ. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് പറയണേ. ആൻഡ് റീകൺസിഡർ. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഒരു പാസ്റ്റ് പേഴ്സൺ ആണ് തിരിച്ചു വരണേ, അതുകൊണ്ടാണ് റീകൺസിഡർ എന്ന് പറയണേ. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പറഞ്ഞ മാതിരി നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ. ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അവിടെ ഷെയർ ചെയ്യാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.